ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സാമുകൾ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇന്നലത്തെ പോലെ ആർക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പേർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റി. എന്നാൽ അതുപോലെ തന്നെ കുറച്ചധികം പേർക്ക് എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയും വന്നിട്ടുണ്ട്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ടൈം ചേഞ്ച് ചെയ്തപ്പോൾ അതറിയാതെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നവരുണ്ട്. അതുപോലെ തന്നെ യൂസർ നെയിം ഇൻകറക്റ്റ് ആണെന്ന് കാണിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയവരുണ്ട്. അതുപോലെ സൈറ്റിൻ്റെ കുറേ ഇഷ്യൂസും കൊണ്ട് അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയ ആളുകളും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 1-2 പേര് വിളിച്ച് ചോദിച്ച സമയത്ത് അവർ ഗൂഗിൾ ഫോം, അതായത് അവരിപ്പോൾ സൈറ്റിലിട്ടിട്ടുള്ള ഇന്നലെ എക്സാം എഴുതാൻ പറ്റാത്തവരോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എക്സാം എഴുതാൻ പറ്റാത്തവരുടെ അടുത്ത്. അങ്ങനെ 1-2 പേര് വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളും ഇന്ന് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെന്താ പറയുന്നത് എന്ന് അനുസരിച്ചിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുക. എന്തായാലും എക്സാം എഴുതാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേറൊരു ഡേറ്റിൽ എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഞാൻ ഇന്നാണ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിന്ന് 2:30-ക്കായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ മൊബൈൽ ഫോണിൽ തന്നെയാണ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനും മുഴുവൻ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനും പറ്റി. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിച്ചു. മൊബൈലിൽ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന കുറേ ഇഷ്യൂസൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൊബൈലിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സൈറ്റിൽ കയറുന്ന സമയത്ത് തന്നെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓണാക്കി ഇടുക. അതായത് എക്സാം തുടങ്ങിയിട്ട് അത് ഓണാക്കാൻ നിൽക്കരുത്. അങ്ങനെ ഓണാക്കിയെന്ന് വെച്ചാൽ അത് മൊത്തം നമ്മുടെ സ്ക്രീനിലുള്ളത് മൊത്തം പോവും. അതുകൊണ്ട് തന്നെ സൈറ്റിൽ കയറുന്ന സമയത്ത് തന്നെ സൈറ്റ് ഓപ്പൺ ആക്കിയതും ഡെസ്ക്ടോപ്പ് സൈറ്റിലിടുക. അതിന് ശേഷം മാത്രം എക്സാം പോർട്ടൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ എക്സാം സ്റ്റാർട്ട് ചെയ്ത ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഇടുവാണെങ്കിൽ ക്വസ്റ്റ്യനും നമ്മുടെ അത് വീണ്ടും ഫസ്റ്റ് തൊട്ട് തുടങ്ങും. പിന്നെ നമുക്കത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മൊബൈലിൽ എക്സാം എഴുതുന്നവർ അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും മൊബൈലിൽ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടും എക്സാം അറ്റൻഡ് ചെയ്യാൻ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ടൈമിന് 5 മിനിറ്റ് മുൻപേ മാത്രം ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇവർ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിന് 8 മണിക്കൂർ മുൻപ് നമുക്ക് ലോഗിൻ ചെയ്യാമെന്ന്. എന്നാൽ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് 5 മിനിറ്റിന് മുന്നേ എന്നാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാവരും ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. കറക്റ്റ് 5 മിനിറ്റിന് മുന്നേ, എക്സാമിൻ്റെ ടൈമിൻ്റെ 5 മിനിറ്റിന് മുന്നേ തന്നെ ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാതെ അതിന് മുന്നേ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നാളെ എക്സാമുള്ള ആളുകളുടെ ടൈമിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ PDF അവർ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈറ്റ് വഴി അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തവർ ചാനലിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ നിന്നും ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കുക. നിങ്ങളുടെ ടൈം എപ്പോഴാണ്, നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം ഉള്ളത്, അതിന് 5 മിനിറ്റ് മുന്നേ തന്നെ കയറിയിട്ട് ലോഗിൻ ചെയ്ത് നോക്കുക. എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇപ്പം സ്കീമുകൾ പറയുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ സ്കീമുകളെല്ലാം നല്ലപോലെ പഠിക്കുക, നല്ലപോലെ നോക്കുക. അതുപോലെ ജനസേവകൻ എക്സാമിനുള്ളവരാണെങ്കിൽ അതിൻ്റെ ജനസേവകൻ എന്ന ജോലിയുടെ ഡ്യൂട്ടീസ് അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലപോലെ ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് എക്സാം എഴുതാൻ കഴിയാതെ പോയവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു അപ്ഡേഷനൊന്നും സൈറ്റിൽ ഇതുവരെയും വന്നിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നെ 1-2 പേര് വിളിച്ച് ചോദിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ. അതിപ്പോൾ എല്ലാവർക്കും അത് ബാധകമാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും അവരെ ഒന്ന് ഇപ്പോൾ എക്സാം എഴുതാൻ പറ്റാത്തവർ പ്രത്യേകിച്ച് ഒരു അപ്ഡേഷനും അവർ സൈറ്റിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അവർ പറയുന്നത് പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. എക്സാം എഴുതാനുള്ള നിങ്ങളുടെ ചാൻസ് എന്തായാലും നഷ്ടപ്പെടില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാം അവർ തരുന്നൊരു ഡേറ്റിൽ എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ മെയിൽ ഒന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. അതായത്
ഞാൻ എനിക്ക് ഇന്നലെ വൈകുന്നേരം വന്നിട്ടുള്ള PDF എക്സാം ടൈം എന്ന് പറയുന്നത് 2:30 ആയിരുന്നു. 2:30 അല്ല, 2 മണിയായിരുന്നു. പിന്നീട് ഇന്ന് ഒരു 12:30 ആയപ്പോഴാണ് മെയിൽ വന്നത്, അത് മാറ്റിയിട്ട് 2:30 ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ചില ആളുകളൊന്നും മെയിൽ കണ്ടിട്ടില്ല, അവർക്ക് വന്നിട്ടുള്ള മെയിൽ കണ്ടിട്ടില്ല, അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മെയിൽ ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള മെയിൽ ID, ആ ഒരു മെയിൽ എപ്പോഴും ചെക്ക് ചെയ്യുക. പറയാൻ പറ്റില്ല, ഇങ്ങനെ ചിലപ്പോൾ എക്സാമിൽ ടൈമിൽ ചേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മെയിലായിട്ടായിരിക്കും അറിയിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റ്, എക്സാം കഴിഞ്ഞ ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ മാർക്കില്ല, ജസ്റ്റ് നമ്മുടെ പേരും ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ മാത്രമാണ് ഉള്ളത്. പിന്നെ ചില ആൾക്കാരൊക്കെ കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തത്. മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല, നമ്മുടെ പേരും രജിസ്ട്രേഷൻ നമ്പറുമാണ് ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനിയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് വരുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ടൈം ഷെഡ്യൂൾ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ 23-ാം തീയതിയുടെ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യുക. ഇതുവരെ എക്സാം എഴുതാത്ത ആളുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ 21-ാം തീയതി പരീക്ഷ എഴുതാൻ കഴിയാത്ത ചില ആളുകളുടെയൊക്കെ രജിസ്ട്രേഷൻ നമ്പർ ആ ഒരു ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ ആളുകൾക്ക് ഇവർ ഇനിയുള്ള ദിവസങ്ങളിൽ നടത്തുന്ന എക്സാംസുകളിൽ ഒരു ദിവസം നിങ്ങൾക്കും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം അവർ തരുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ലിസ്റ്റുകളൊക്കെ എക്സാം എഴുതാൻ കഴിയാതെ പോയ ആളുകൾ ഒന്ന് സെർച്ച് ചെയ്യുക. കാരണം നിങ്ങളുടെ നമ്പർ ചിലപ്പോൾ അതിൽ ഉണ്ടാവാം.